എന്തും അവർക്ക് ആര് കൊടുക്കുന്നതാണ്? അപ്പൊ ഖദറിന് വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ, എല്ലാ വിജ്ഞാനവും ഖദറിന് അല്ലാഹു തആല കൊടുത്താൽ പോലും അല്ലാഹ് മേലെ തന്നെയാണ്. എന്തുകൊണ്ട്? ഖദറിൻ്റെതല്ല. പിന്നെ പറമോനെ വഅല്ലംനാ വആതൈനാ വഅല്ലംനാ. അപ്പൊ ഈ ലോകത്തെ എല്ലാരും മരിപ്പിക്കാൻ ഒരു ദിവസം അല്ലാഹു തആല ബീരാനെ ബാബാക്ക് കഴിവ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കഴിവ് ആര് കൊടുത്തു? അസ്രായിലിനോട് പറയാം, അസ്രായിൽ നിങ്ങൾ 2 ആഴ്ച ലീവ് കൊടുത്താൽ നീ ബീരാൻ നടത്തിക്കോളും. മരിപ്പ് എന്ത് നടന്നൂടെ? നടക്കുമല്ലേ? അതാണടാ സുന്നി. ഇന്റെ സുന്നി പണ്ടത്തെ സുന്നി, എന്റെ സുന്നി അല്ല, ഇന്റെ സുന്നി. അവർക്ക് നടക്കാത്തൊരു കാര്യമില്ല. കാരണം അവരാരാ? അള്ളാഹുവിന്റെ പറയുടെ അബുദ്ധാണ് കുട്ടി. സിഎമ്മിന് മരണകാലത്ത് എന്തുണ്ട്? വലിയ വേദന രോഗമുണ്ട്. അതേസമയം നാട്ടിലെ രോഗമൊക്കെ ആര് മാറ്റും? സിഎം മാറ്റും. ഇനി രോഗമില്ല. അത് ചക്കട്ടപ്പോൾ മാലിട്ടതല്ല, ഇല്ലാതെ ഇല്ലെന്നെ. അപ്പൊ അവർക്ക് നടക്കാത്തൊരു കാര്യം എന്ത് നടക്കുന്ന ചോദിക്കാൻ തന്നെ പാടില്ല. എന്തും നടക്കും. കാരണം അവരുടെ ഒരു ശ്വാസം പോലും മിൻ ഖൈറും മിൻ ഇൻദല്ലാഹി മിൻ ഇബാദത്തി സഖലൈനി, ഔലിയാക്കളല്ലാത്ത ജിന്ന ഇൻസിന്റെ എല്ലാവരുടെയും ഇബാദത്തിനേക്കാൾ വലുതാണ് അവരുടെ ഒരു ശ്വാസം. ഇവിടെ എൻ്റെ മൂസാ നബി പറഞ്ഞു, നിങ്ങൾക്ക് ലാഹിരി ആലിമീങ്ങൾക്ക് ഞങ്ങളെ കൂടെ മയ്യത്ത് സുബറിന് കഴിയൂല. ഇതൊക്കെ കഴിഞ്ഞ് കാര്യകാരണങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളത് എഴുതിയെടുത്താണ്ട് അടുത്ത സ്ഥലത്ത് പോയാണ്ട് വയലു പറഞ്ഞാണ്ട് 5000 പോക്കറ്റിലിട്ട് വരും. അന്ന് അദ്ദേഹം ആ സ്കൂള് പൊളിക്കാൻ കാരണം എന്തെന്നാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വയലു പറയും. എന്നിട്ട് അന്നത്തെ കോയിറച്ചി 5000 10000 പോക്കറ്റിലിട്ട് നിങ്ങൾ പോരും. അതേ സമയത്ത് അത് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എതിരാവും ചെയ്യും. ഭയം പറയാം, ഞങ്ങൾക്ക് സാധനം കിട്ടി ഞങ്ങൾക്ക് ഭയം അങ്ങനെ പറയും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? സബറും മയ്യത്ത് സബറും രണ്ടാണ്. ഇവിടെ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ കൂടെ മയ്യത്ത് സബറിന് കഴിയൂല, നിങ്ങൾക്ക് പറ്റൂല, നിങ്ങൾക്ക് നടക്കൂല. നടക്കുകയല്ല, ലെന്നാണ്. നോക്ക് മുസാഫിലേക്ക് നോക്ക് ഇന്ന് മുസാഫ് തന്നെയാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, അത് അങ്ങനത്തെ ആളുകളാണെടാ, അങ്ങനത്തെ ആളുകളാണ് അവര്. പിന്നെ ഇന്നക ലൻ തസ്തതിഅ, ഇന്നക തീർച്ചയായും താങ്കൾ ലൻ തസ്തതിഅ തങ്ങൾക്ക് കഴിയുകയില്ല. മയ്യത്ത് സബറിന് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അടങ്ങി അത് അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയൂല, നിങ്ങൾ മുന്നിൽ ചാടും. അപ്പൊ ആ ജാതി കൊണ്ടിടക്കാൻ എനിക്കും കഴിയൂല, പോയിക്കോ. അപ്പൊ കാല മൂസാ നബി പറഞ്ഞു, എന്ത്? സതജിദുനി. അവിടെ സീനിട്ട് പറയുന്നത് സതജിദുനി, താങ്കൾക്ക് എന്നെ കണ്ടെത്താനാകും ഇൻഷാ അല്ലാഹ് സാബിറൻ. ഇൻഷാ അല്ലാഹ് എന്നല്ല, ഇൻഷാ അല്ലാഹ് സാബിറ. മനസ്സിലായില്ല? സാബിറിന്റെ മുമ്പാണ് എന്ത് കൊടുക്കണത്? ഇൻഷാ അല്ലാഹ്. സ്വന്തം തന്നെ ഒരു ഉറപ്പൊന്നും മൂസാ നബിക്ക് അവിടെ ഇല്ല, എന്നാലും ഒതുങ്ങണം. ഇൻഷാ അല്ലാഹ് സാബിറ, അല്ലാഹ് ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഞാൻ സാബിറായി നിങ്ങൾക്ക് കണ്ടെത്തിക്കാൻ കഴിയും. അങ്ങനെയൊന്നും അല്ല ഞാൻ ഇൻഷാ അല്ലാഹ് വലാ അസീലക അംറാ. അവിടെ ഇൻഷാ അല്ലാഹ് അല്ല, വലാ അസീലക അംറാ, നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ എതിര് ചെയ്യുകയില്ല. ഇതാണ് ആലിമീങ്ങൾ ചെയ്യേണ്ടത്. ആലിമീങ്ങൾക്ക് എതിര് പറയാനോ എതിര് പ്രചരിപ്പിക്കാനോ എതിര് ചെയ്യാനോ പാടില്ല, ഒരിക്കലും പാടില്ല. അവർക്ക് തിരിഞ്ഞാലും പാടില്ല, തിരിഞ്ഞാലും പാടില്ല. അവർക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞാലും പാടില്ല, ക്ഷമിക്കാൻ കഴിഞ്ഞു. അവിടെ ഇൻഷാ അല്ലാഹ് വലാ അസീലക അംറാ, ഞാൻ നിങ്ങൾക്കെതിരാവുകയേയില്ല, ഞാൻ നിങ്ങൾക്കെതിര് ചെയ്യുകയേയില്ല, ഞാൻ നിങ്ങൾക്കെതിര് പറയുകയേയില്ല. അവിടെ ഇൻഷാ അല്ലാഹ് അല്ല, അത് നിലപാടാണ്. ഔലിയാക്കൾക്കെതിര് ചെയ്യാതെ പറയാതിരിക്കൽ ഉലമാഇന്റെ നിലപാടാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. പിന്നെ ഇന്നക്കല്ല കഴിഞ്ഞിട്ടില്ലല്ലോ പഠിച്ചോനെ. അതിന് മുമ്പ് ഒരു ആയത്തുണ്ടല്ലോ കുട്ടികളെ, നിങ്ങളെന്ത് മനുഷ്യന്മാരാണ്. എന്റെ മൂല്യർ കാക്ക, നിങ്ങൾ ഈ ആയത്തൊന്ന് അർത്ഥം വെച്ച് നോക്കണേ. താങ്കൾ എങ്ങനെ ക്ഷമിക്കും? അലാമ, ഒരു കാര്യത്തിന്റെ മേൽ ലം തുഹിത് ബിഹി, ആ കാര്യത്തെ കുറിച്ച് താങ്കൾക്ക് പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. ഖുബറൻ, സൂക്ഷ്മജ്ഞാനം. നിങ്ങൾക്ക് തന്നെ ഞാൻ ചെയ്യുന്നതിനെ പറ്റി പൂർണ്ണ സൂക്ഷ്മജ്ഞാനം കിട്ടിയിട്ടില്ല, പിന്നെ എങ്ങനെ നിങ്ങൾ ക്ഷമിക്കുക? ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഔലിയാക്കന്മാരെ പരീക്ഷിക്കാനുള്ള സൂക്ഷ്മജ്ഞാനമൊക്കെ മൂസാ നബിക്ക് കിട്ടിയിട്ടില്ല. അയ്യേ, എന്തിവിടെ പറഞ്ഞേ? നീ മുസാഫിലേക്ക് നോക്ക്, മുസാഫിക്ക് നോക്ക്. ഇത് പരിഭാഷ നോക്കിയാൽ കിട്ടൂല ചങ്ങായി. ഇത് പരിഭാഷ തപ്പിയാൽ ഞാൻ ഈ പറഞ്ഞ ഇൽമ കിട്ടൂല. ഇത് പരിഭാഷയുടെ അല്ലടാ, ഇത് എൻ്റെ റബ്ബിന്റെ തൗഫീഖാണ്.
നീ എങ്ങനെ ക്ഷമിക്കും അലാമാ ഒരു കാര്യത്തിന്റെ മേൽ ലം തുഹിത് ബിഹി അതേക്കുറിച്ച് ആവശ്യമായത് നിനക്ക് വിജ്ഞാനം കിട്ടിയിട്ടില്ല, നിനക്ക് കിട്ടിയിട്ടില്ല ബിഹി ആ കാര്യം കൊണ്ട് ഖുബറൻ സൂക്ഷ്മജ്ഞാനത്തെ, ഞാൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചുള്ള സൂക്ഷ്മജ്ഞാനത്തിൽ നീ ഒരിക്കലും അതിലേക്ക് നീ എത്തിയിട്ടില്ല, പിന്നെ എങ്ങനെ ക്ഷമിക്കുക? എങ്ങനെയുണ്ട്? അപ്പൊ ഔലിയാക്കൾ ആരിഫീങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് സൂക്ഷ്മജ്ഞാനം ആർക്കുണ്ടാവില്ല? ലാഹിരി ആലിമീങ്ങൾക്ക് ഉണ്ടാവില്ല. ഒരിക്കലും അവരെ പരീക്ഷിക്കാൻ നടക്കരുത്, നിങ്ങൾക്കത് അറിയില്ല. അവര് ഒരു പെണ്ണിന്റെ കൈ ഒടിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റി അറിയില്ല, അത് ചിലപ്പോൾ നിങ്ങളെ ആട്ടാൻ വേണ്ടി ചെയ്യും. അങ്ങനെയും ചെയ്തിട്ടുണ്ട്, അങ്ങനെയും ചെയ്യും. പരീക്ഷിക്കാൻ വന്നവർ പരീക്ഷിക്കാൻ വരുന്നത് തിബായനവരല്ല. അപ്പൊ വന്നപ്പോൾ ഒരു യുവതിന്റെ കൈയും പിടിച്ചിരിക്കുക വലിയ, അങ്ങനെ ഉണ്ടായിക്കൂടെ? അങ്ങനെ ഉണ്ടാവും. എന്തിന് ഇപ്പം പരീക്ഷിക്കാൻ വന്നത്? കണ്ടാ ചൊറുക്കുള്ള ഒരു അമ്രതിന്റെ തോളിൽ കൂടി കൈയിട്ടിക്ക വലിയ ഔലിയപ്പാപ്പ. അപ്പോൾ എന്തായി, ബാല്യക്കാർ ആൺകുട്ടികളെ തോളിൽ കൈയിട്ട് നിൽക്കുമ്പോൾ ഇവർ സ്വർഗാനുരാഗ്യാന്ന് വിചാരിച്ചു, അങ്ങനെ തിരിച്ചു പോകും. അങ്ങനെ തിരിച്ചു സംഭവം ഉണ്ട്. ഇത് നയ്യാൾ അങ്ങനത്തെ അല്ല. എന്തിനു വന്നതാ? പരീക്ഷ വന്നാലും വേഗം എഴുതിയെടുത്ത് പോയിക്കോട്ടെ. തിരിഞ്ഞില്ല. അവിടെ എന്തിനാ ചെയ്യുന്നത്? ഓൻ എന്തിനു വന്നതാണ്? ഓൻ നന്നാകാൻ വന്നല്ലോ. നിങ്ങൾ ഈ മൂല്യന്മാർ ഒരു ഔലിയാനെ പരീക്ഷിക്കാൻ ചെല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ആളെ ഇത്തിബായ് ചെയ്യാൻ ചെയ്യല്ലേ? നിങ്ങൾ എന്തിനല്ലാണ് പരീക്ഷിക്കാൻ ചെല്ലല്ലേ? അപ്പൊ ആ വലിയ അവിടെ എന്താ പ്രത്യക്ഷമാകുക? ദോഷങ്ങൾ പ്രത്യക്ഷമാവും. നിങ്ങളത് എഴുതിയെടുത്ത് നാട്ടിൽ പ്രചരിപ്പിക്കും. നിങ്ങൾ 100 കൊല്ലം വയലു പറയും. ഇപ്പോഴത്തെ കുട്ടികൾ പറയാണ് വയലു. അതേ സമയത്ത് നിങ്ങൾക്കത് അറിയില്ല. ഈ യുവതിന്റെ കൈ എന്തിനാണ് വലിയ പിടിച്ചത് നിങ്ങൾക്ക് അറിയില്ല. അറിയണമെങ്കിൽ വലിയാകണം. മൂസാ നബിയോട് ഖിദ്ർ നബി പറയാണ് എന്ത്? വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റാ. പിന്നെ ഞങ്ങൾ മോനിയന്മാർ പറയാൻ ഞങ്ങൾ പരീക്ഷിക്കാതെ ഒരു ഷെയ്ഖിനെയും പിന്തുടരുത്. അയ്യയ്യേ, നിങ്ങളെ ഞാൻ അന്തംഗമ്മിന്ന് വിളിക്കണില്ല. കാരണം അന്തംഗമ്മിയാൾ മയസറിന്ന് കൂടിയിട്ട് ഇന്നക്കെതിരെ കേസ് കൊടുക്കും അള്ളാനോട്. കാരണം നിങ്ങൾ അന്തംഗമ്മിയാളും അല്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി. നിങ്ങൾക്ക് ഇടങ്ങേറിനെ നിങ്ങൾ പോയിക്കോളൂ ഞങ്ങന്മാരെ. ഇതിനേക്കാൾ വലിയ അന്തംഗമ്മിത്തരം എന്താണ്? ഇവിടെ മൂസാ നബിയോട് ഖിദ്ർ നബി പറയാണ് ഞാൻ ചെയ്യുന്നതിന്റെ സൂക്ഷ്മജ്ഞാനം നിനക്ക് കിട്ടൂല. ഇത് മെനക്കെടണ്ട, എന്നെ പറ്റി എനിക്ക് തിരിയില്ല. നോക്ക്, മുസാഫിലേക്ക് നോക്ക്. വക്കൈഫ നോക്ക്. നിങ്ങൾ മറ്റേ മൂല്യമാരെ ആളുകളാണെന്നാ തോന്നുന്നത്. ഒരു ആയത്ത് നിങ്ങൾ മെല്ലെ എന്നെ കൊണ്ടിട്ട് പിടിച്ചു. അല്ലാത്ത കള്ളന്മാരെന്നെ നിങ്ങളൊക്കെ മൂല്യന്മാരെ എന്തോ വാങ്ങി പോന്നതാ. വക്കൈഫ തസ്ബിറു, താങ്കൾ എങ്ങനെ ക്ഷമിക്കും അലാമ ഒരു കാര്യത്തിന്റെ മേൽ ലം തുഹിത് ബിഹി, ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വിവരം കിട്ടിയിട്ടില്ല, പൂർണ്ണത കിട്ടിയിട്ടില്ല. ഖുബറൻ സൂക്ഷ്മജ്ഞാനത്താൽ താങ്കൾക്ക് സൂക്ഷ്മജ്ഞാനം കിട്ടാത്ത, പൂർണ്ണമായി താങ്കൾക്ക് സൂക്ഷ്മജ്ഞാനം കിട്ടാത്ത ഖുബർ സൂക്ഷ്മജ്ഞാനം. ഞങ്ങളുടെ കാര്യത്തിലൊക്കെ സൂക്ഷ്മജ്ഞാനമുള്ള ഒരിക്കൽ മനസ്സിലാവുള്ളൂ. അത് കിട്ടാത്ത താങ്കൾ എന്റെ ചെയ്തിയുടെ മേലെ എങ്ങനെ ക്ഷമിക്കും? അപ്പൊ ചിന്ത പോരണ്ട, നിനക്ക് മഴയത്ത് സുബറിന് കഴിയൂല, പോരണ്ട ജി, നടക്കൂല. അപ്പോ ഒന്നുകൂടെ പോരാ, ആ കൊമ്പ് അവിടെ എടുത്തു വെക്കണം. എന്ത് പരീക്ഷിക്കണ കൊമ്പ് എടുത്തു വെക്കണം. ഇതെന്തിനെ? മൂസാ നബി മാനല്ലാത്തോണ്ടല്ല, ലോകാവസാനം വരെയുള്ള മൂല്യന്മാർക്കും മുരീദന്മാർക്കും പാടായിട്ടാണ് അല്ലാഹ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? നമ്മൾ ഇത്തരം ആളുകളെ കുരുത്തക്കേട് വാങ്ങി നശിക്കരുത്. അതിനാണ് ഇത് പറഞ്ഞത്. അല്ല കൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റാ ഖാല. അപ്പോൾ ഇതും കൂടി ഞാൻ പറഞ്ഞപ്പോൾ മൂസാ നബി എന്ത് പറഞ്ഞു? എനിക്ക് വിവരമുണ്ട്, ഞാൻ മൂസാ നബിയാണ്, നിങ്ങൾക്ക് അറിയോ? ഞാൻ ഇന്നാലിനെ മിസ്റിലെ കാളിയാണ്. ഞാൻ എന്താ ആരാന്ന് നിങ്ങൾ ഇതിനെപ്പറ്റി തിരിയാതെ നിങ്ങൾക്ക് നിങ്ങളെ ഈമാൻ തന്നെ കരിഞ്ഞു. ഞാൻ ആരാണ്? ഞാൻ കാളിൽ കുളാത്താണ്. ഞാൻ അവിടുത്തെ മിസ്ർ ജമിയത്തുൽ ഉലമൻ്റെ പിന്നെ ഉപദേശക സമിതി ചെയർമാനാണ്. ഞാൻ മിസ്ർ കേരള ജമിയത്തുൽ ഉലമൻ്റെ ഉപദേശക സമിതി ചെയർമാനായ ഇതിനെപ്പറ്റി എന്ത് വർത്താനാണ് നിങ്ങൾ ഈ പറയണത്? അങ്ങനെയൊന്നല്ല മൂസാ നബിൻ്റെ മറുപടി. മൂസാ നബിൻ്റെ മറുപടി എന്താണ്? ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറാ. അല്ലാഹ് ഉദ്ദേശിച്ചാൽ സാബിറാകി നിങ്ങൾ എന്നെ കണ്ടെത്തും. പിന്നെ വലാ അസിലക അംറാ, നിങ്ങൾ എന്താണെങ്കിലും ഞാൻ നാട്ടാകത് പാട്ട് പാടി നടക്കൂല. ഞങ്ങൾക്ക് എതിരാവുകയും ഇല്ല, ഒരിക്കലും ഞങ്ങൾക്ക് എതിരാവില്ല. പിന്നെ കാല. അപ്പോൾ ഖിദ്ർ പറഞ്ഞു ഫൈനത്തബഅതനി, ഇനിയിപ്പോൾ പോരുകയാണെങ്കിൽ പോന്നോ, പക്ഷെ ഫലാ തസ്അൽനി, എന്നോട് ചോദിക്കരുത്, അതിന് ഷൈൻ ഒരു കാര്യത്തെക്കുറിച്ചും ചോദിക്കരുത്, ഒന്നും ചോദിക്കരുത്. ഹത്താ ഉഹദിസ ലക, ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരുന്നതിനെക്കുറിച്ച് പറഞ്ഞു തരുന്ന വരെ, മിൻഹു ആ കാര്യത്തെക്കുറിച്ച് ദിക്റൻ ഒരു പ്രസ്താവം ഒരു വ്യക്തമായ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു തരുന്നവരെ നിങ്ങൾ അതിനെപ്പറ്റി എന്നോട്
ചോദിക്കാനേ ചെയ്ത് അതിപ്പോൾ എന്തേ ചോദിക്കരുത്, ചോദിക്കാനായിട്ട് നടക്കരുത്. മനസ്സിലായില്ലേ? ചോദിക്കുന്നതിനെ പറ്റി എന്താണ് ചോദിക്കരുത്. പിന്നെ അങ്ങനെ ഉണ്ടല്ലേ 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ മങ്ങട്ടച്ഛൻ കുഞ്ഞാമൂലിയരും കൂടെ പോയക്കാരുണ്ട്. അപ്പോൾ കുഞ്ഞാമൂലിയർ പറഞ്ഞു, ഞാനിതിൽ വന്നപ്പോൾ ഒരു പാമ്പിനെ കണ്ടു, അതിനെയാണ് തച്ചൊന്നുക. അപ്പോൾ പിന്നെ മങ്ങട്ടച്ഛൻ ഒന്നും ഉണ്ടില്ല. പിന്നെ 8 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ റിവായത്തിൽ 8 കൊല്ലമാണ്. നിങ്ങളുടെ റിവായത്ത് എങ്ങനെയല്ല, ഓരോ നാട്ടിലും ഓരോ റിവായത്താണ്. അപ്പം എനിക്ക് കിട്ടിയ റിവായത്തനുസരിച്ച് അതിൽ പിന്നെ തിരിച്ചു വരുമ്പോൾ 8 കൊല്ലമായി. പിന്നെ അതുമായി 2 ഒപ്പം പോരുക. എന്നിട്ടോന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു തോണ്ടിയിട്ടു. അങ്ങ് ഞാൻ പറഞ്ഞു തരുന്നവരെ അതിനെപ്പറ്റി ചിലപ്പോൾ 8 16 കൊല്ലമായിട്ടിരിക്കും ഞാൻ പറഞ്ഞുതരാം. അപ്പം ഉണ്ടാതക്കണം, ഞാൻ പറഞ്ഞുതരും. ഞാൻ പറഞ്ഞു തരാന്നത് വരെ ലക്ക താങ്കളോട് മിൻഹു അതേക്കുറിച്ച് ദിക്റൻ, ഒരു വ്യാഖ്യാനം, ഒരു പ്രസ്താവന ഞാൻ പറഞ്ഞു തരുന്നത് വരെ അതിനെപ്പറ്റി എന്നോട് ചോദിക്കാനേ പാടില്ല. ഉണ്ടോതെ പോരണം, ചോദിക്കാനേ പറ്റും. ബസ്വാസിൻ്റെ കള്ളിനെ കളിക്കരുത്. പിന്നെ 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 നമുക്ക് നല്ല രസമുണ്ട്. അതിനെ മറുപടിയോട്ട് പറഞ്ഞോല്ല. ആര് മുസൽമാൻ ഒന്നും പറഞ്ഞില്ല. ഖിദർ നബി എന്നാ പോകാറ് പോയത് നന്നായി, അതിൻ്റെ മറുപടിയും കൂടി കിട്ടിയിട്ട് മതി എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് ഇറങ്ങാറാ. മനസ്സിലായില്ല? അവിടെ പിന്നെ എന്തില്ല, അവസാനത്തെ ഷർത്ത് വെക്കണത് ആരാ? ഖിദർ നബി. പക്ഷെ മൂസാ നബി ആ അവസാനത്തെ ഷർത്തിൽ എന്തില്ല, ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞിട്ടില്ലായ്മ ഇവിടെ ഫുള്ള് പിന്നെ നമ്മൾ കാണുന്നുണ്ട്. മനസ്സിലായില്ല? എന്നോടൊന്നും ചോദിക്കരുത്, ഞാൻ ചോദിക്കൂല എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. എന്നോട് അങ്ങനെ ഉണ്ടല്ലോ ചില വലിയ മനുഷ്യന്മാർ അവസാനം വർത്താനം പറഞ്ഞ് നമ്മളെ കൊണ്ടുപോകും, ഇതിനൊന്നും മിണ്ടൂല. വലിയ മനുഷ്യന്മാരുടെ സ്വഭാവമാണത്. അപ്പോൾ നമ്മളോടൊപ്പം അങ്ങനെ പോയതാണ് മൂസാ നബി. എന്തില്ല, അവസാനത്തിൽ എന്ത് പറഞ്ഞിട്ടില്ല? ഞാൻ പഠിച്ചോനാണ്, ഞാൻ മുത്തുനബിൻ്റെ പിന്നെ ഹക്കാണ്, മുത്തുനബിൻ്റെ ബർക്കത്താണ്, ഞാനേ ചോദിക്കൂല കേട്ടോ എന്നൊന്നും ആരും പറഞ്ഞില്ല. മൂസാ നബി പറഞ്ഞില്ല. മൂസാ നബി ഒന്നും മിണ്ടിയില്ല. അങ്ങനെ വലിയവരൊക്കെ പലതും പറയുമല്ലോ, തൊള്ളാഴ്ച അങ്ങനെ പോയി. പക്ഷേ പിന്നെ പന്തലക്ക അങ്ങനെ 2 ആളും പോയി. പിന്നെ ഹത്താ ഇദാ ലഖിയ, പിന്നെ ഹത്താ ഇദാ റകിബ, അങ്ങനെ 2 ആൾ വാനത്ത് കയറി സഫീന ഖറഖഹാ. അപ്പോൾ എന്ത് ചെയ്തു എന്നറിയോ? അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ എന്ത് ചെയ്തു? ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ പൊട്ടിച്ചു. അതിനെ അവിടെ ഇവിടെ പലകയൊക്കെ പൊട്ടിച്ചു. പലക പൊട്ടിച്ചു നല്ല വെള്ള ഹത്ത റഔൽ മാ. കപ്പലിലുള്ളവർ എന്ത് കണ്ടു? കപ്പലുള്ളവർ വെള്ളം കണ്ടു. പക്ഷെ വെള്ളം പ്രവേശിച്ചില്ല ഇല സഫീന. അങ്ങനെയാണ് കപ്പൽ പൊളിൻ്റെ അടിപ്പലക പൊളിക്കണേ. അടിപ്പലക പൊളിച്ചപ്പോഴത്തിന് മൂസാ നബിക്ക് ദേഷ്യം വന്നു. കാരണം ഇപ്പം നിങ്ങൾ ഹീജാതി കളി കളിക്കാൻ പറ്റും. എന്ത് ഞാനും നിങ്ങൾ മരിക്കാൻ തീരുമാനിച്ചെങ്കിൽ നമ്മളിപ്പോൾ നിങ്ങൾ കൊല്ലുകയാണല്ലോ. എത്ര സാധുക്കളുണ്ട്, ഞാനൊരു മനുഷ്യൻ മാത്രമല്ല. നിങ്ങളിപ്പോൾ ഈ കപ്പൽ മുക്കാൻ നോക്കാണല്ലോ. നിങ്ങളേതായാലും മരിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ കൊല്ലാൻ നോക്കല്ലേ എന്ന് മൂസാ നബിക്ക് അവിടെ ചൂടാവും. എല്ലാവരും ശരീരത്തിൻ്റെ സ്വഭാവമാണത്. എന്ത് ഔലിയാക്കന്മാർ ചെയ്യുന്നത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയൂല. നമ്മളിത് ഷർത്തൊക്കെ പറഞ്ഞിട്ട് പോകുന്നതാണ്, അന്നേരത്ത് ബോധം ഉണ്ടാവില്ല. അത് നമ്മളെ പഠിപ്പിക്കാൻ അല്ലാഹു തആല, അല്ലാതെ മൂസാ നബിക്ക് ബോധമില്ലാകേണ്ടത്. ലോകാവസാനം വരെയുള്ള പണ്ഡിതന്മാർക്കും മൂമിനീങ്ങൾക്കും പാടാണ് ഈ സംഭവം. അല്ല മൂസാ നബി ഇവിടെ ചെറുതാകല്ല. പിന്നെ വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഈ പറഞ്ഞ അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്, അന്നത്തെ ആ പറച്ചിലപ്പം നടക്കുന്നത്. അതായത് ഔലിയാ ചെയ്യുന്നത് സാധാരണ പണ്ഡിതന്മാർക്ക് മനസ്സിലാകൂല. എന്നിട്ട് അതിൻ്റെ പേരിൽ വിമർശിക്കുക, അതിൻ്റെ പേരിൽ കുറ്റം പറയുക. അതൊരു കാലത്ത് മനസ്സിലാവില്ല. അത് അടിസ്ഥാന പ്രമാണമാണ് ഖുർആനിലെ. ഇത് ഖുർആനല്ലേ പറയുമോനെ, ഇത് മൂസാ നബിക്ക് വരെ മനസ്സിലാവില്ല എന്നാണ് ഇപ്പം ഇവിടെ പറയുന്നത്. പറയുമോനെ, ഇത് മൂസാ നബിക്ക് വരെ മനസ്സിലാവില്ല, മൂസാ നബിക്ക് പോലും മനസ്സിലാവില്ല. അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുക അതിന് കണക്കില്ല അവർക്ക്. കാരണം ഇവരാരാണ്? അള്ളാന്റെ ആബിദാണ്, അള്ളാന്റെ അങ്ങനത്തെ ആബിദാണ്, അള്ളാന്റെ മുഖറബാണ്. മനസ്സിലായില്ല? അവർ രാഷ്ട്രീയക്കാരെ മുഖറബല്ല, മുതലാളിമാരെ മുഖറബല്ല, ആരുടെ മുഖറബാണ്? അള്ളാന്റെ മുഖറബാണ്. നഫസു അബ്ദിൻ ഖൈറും മിൻ ഇബാദത്തി ثഖലൈൻ, അങ്ങനത്തെ ഒരു ഹദീസ് ഉണ്ട്.
അത് റൂഹുൽ ബയാൻ ഞാൻ കണ്ടു. ഒരു അള്ളാഹുവിൻ്റെ ഇഷ്ടദാസൻ്റെ ഒരു ശ്വാസം ജിന്ന് ഇൻസ് വർഗത്തിൻ്റെ മൊത്തം ഇബാദത്തിനേക്കാളും അള്ളാഹിൻ്റെ അടുക്കൽ മാത്രമാണ്. നഫസുൽ അബ്ദി ഖൈറൂൻ മിൻ ഇബാദത്തി സഖലൈനി. മനസ്സിലായില്ല? ജിന്ന് ഇൻസിൻ്റെ ഇബാദത്തിനേക്കാളും വലിയാണ് അള്ളാഹിൻ്റെ അടുക്കൽ ഒരു വലിയൻ്റെ ശ്വാസം. ഔലിയാക്കളല്ലാത്ത മൊത്തം ജിന്ന് ഇൻസ് കൂട്ടിയിട്ട് അവരുടെ ഇബാദത്തും ഒരു വലിയൻ്റെ ശ്വാസം നോക്കിയാൽ അള്ളാഹിൻ്റെ അടുക്കൽ വില എന്തിനാണ്? ഒരു വലിയൻ്റെ ശ്വാസത്തിനാണ്. ആ ജാതി ആളുകളാ അവർക്ക് എന്തെന്ന് ചോദിക്കണ്ട കുട്ടി, ആ എന്തെന്ന് ചോദിക്കണ്ട. എന്താ അവർക്ക് കയ്യാൻ ചോദിക്കണ്ട? അവർക്ക് കയ്യാത്ത ഒന്നുമില്ല. എന്തും അവർക്ക് കൊടുക്കും, എന്തും കൊടുക്കും. ഇപ്പൊ CM ഒരു വിമാനത്തിന് നിയന്ത്രിച്ചല്ലേ, ഭൂലോകത്തെ വിമാനം മുഴുവനും CM നിയന്ത്രിച്ചു എന്ന് പറഞ്ഞാലും ഒരു തെറ്റില്ല, അത് അവർക്ക് കഴിയും. CM ഒരു തരം വലിയ ആണെങ്കിൽ വലിയെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ വലിയ അല്ല എന്ന് പറയണം. അങ്ങനെ നിങ്ങൾ ഉറൂസിന് പോകരുത്, നിങ്ങൾ ഇവിടെ സ്ഥലത്തില്ല. രണ്ടാമൊരു പണിയാണ് ഈ മൗലവിമാർ ചെയ്യേണ്ടത്. ഒന്ന്, CM ഇന്നത് കയ്യോ നിങ്ങൾ ലേറ്റ് അടിച്ച് നോക്കരുത്. നിങ്ങൾ ഇനിയിപ്പോൾ ശവ്വാൽ മാസത്തിൽ എന്താണ് ശവ്വാലല്ലേ ഉറൂസ്? ആ ശവ്വാല ഉറൂസ്. അപ്പോൾ ഈ ശവ്വാലായി കഴിഞ്ഞാൽ ഈ ഉറൂസിന് മുഴുവൻ ഈ മൂല്യന്മാർ പോകും. സ്റ്റേജിൽ എല്ലാം വെള്ളർച്ച ആളുണ്ടാവും. അവർക്കൊക്കെ അവിടുന്ന് പൈസയും കിട്ടും, ചോറും കിട്ടും. ഞാൻ വാങ്ങണതിനെതിരെ പറയല്ല, അങ്ങനെ തന്നെയാണ് വേണ്ടത്, അങ്ങനെ തന്നെ വേണം. ബർക്കത്തുള്ള പൈസയാണിത്, എല്ലാവരും വാങ്ങിക്കോളി. പക്ഷേ പിന്നെ നിങ്ങൾ ലേറ്റ് എടുക്കുന്ന വർത്താനം പറയരുത്. ഒന്നിരിക്കൽ നിങ്ങൾ CM വലിയല്ല എന്ന് പറയണം. വലിയാണെങ്കിൽ പിന്നെ ഇന്നത് കഴിയാനില്ല, ഇന്നത് കഴിയാനില്ല, എന്തും കഴിയും. ഒരു ദിവസം കണ്ടപ്പോൾ CM പറയാ അസ്രായേലിനോട്, ഇനി രണ്ടാഴ്ച ഭൂമിക്ക് തന്നെ വരരുത് കേട്ടോ, ഒരു മരിപ്പും വേണ്ടാന്ന് ആർക്ക് പറയാ. അപ്പൊ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അസ്രായേൽ റൂഹ് പിടിക്കാൻ വന്ന അസ്രായേൽ തിരിച്ചുപോയിട്ട് എന്ത് പറഞ്ഞു അള്ളഹാനോട്. പിന്നെ അവിടെ ആ CM പറയണം, എൻ്റെ അബദ്ധമുണ്ടല്ലോ, മുമ്പ് 2 ആഴ്ച ഭൂമി ഇനി റൂഹ് പിടിക്കണ്ടെന്നാണ് പറയണത്. അപ്പോൾ അള്ളാഹു പിന്നെ അസ്രായേലിനോട് എന്ത് പറയാ, നിങ്ങൾ പോകണ്ട, എൻ്റെ അബദ്ധം അങ്ങനെ തന്നെയാണ്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. നിങ്ങളതിന് പോകണ്ട. എന്താ ഉണ്ടായത്? 2 മാസം മഴ ഉണ്ടായില്ല, കർക്കിടം ചിങ്ങ മാസം മഴ ഉണ്ടായില്ല. മനസ്സിലായില്ല എന്തേ? അത് CM പറഞ്ഞു. CM ഒരു ഉദാഹരണം. അല്ലെങ്കിൽ മറ്റേ വീരനുപ്പ പറഞ്ഞു, അല്ലെങ്കിൽ തിരുപ്പഞ്ചി മെമ്മൂലിയർ പറഞ്ഞു, ഇനി ഇവിടെ 2 മാസം മഴ ഉണ്ടാവില്ല. അപ്പം മീക്കായിൽ വന്ന് തിരിച്ചുപോയി. നമ്മുടെ അല്ലേ പറഞ്ഞു മഴ ഉണ്ടാകും. എന്തേ അങ്ങനെ ഉണ്ടായിക്കൂടെ? അന്ന് മീക്കായിൽ തിരിച്ചപ്പോൾ അല്ല എന്തേ മീക്കായിൽ മഴയൊന്നും പോകുക. അത് നിങ്ങൾ ആ തിരുപ്പഞ്ചി മെമ്മൂലിയർ എന്ന് പറഞ്ഞ ആളെ ആദ്യം നിലക്ക് നിർത്തി അയാളവിടെ മയക്കാൻ വെക്കൽ. അത് ചെയ്യ കുട്ടി. കാരണം ഇവരാരാണ്? ഇവർ അള്ളാന്റെ അബ്ദാണോ, എന്തെന്ന് ചോദിക്കണ്ട. മനസ്സിലാണ്ട് പറഞ്ഞു. അവർക്ക് നടക്കാത്തൊരു കാര്യം ഒന്നുമില്ല മോനെ. എന്താ നടക്കാതെ? ഒന്നുമില്ല, എന്തും നടക്കും. മനസ്സിലാണ്ട് പറഞ്ഞത്. അവർക്ക് 10,000 ആളുകളെ രോഗം മാറ്റാം, അതേ സമയത്ത് ഒരു രോഗം ഉണ്ടാവും. ഇപ്പൊ CM മരിക്കണ തൊട്ടടുത്തൊക്കെ കാല് വേദന കൊണ്ട് വിഷമിച്ച ആളാണ് CM. അതേ സമയത്ത് അന്നും 1000 ആളുകളുടെ രോഗം മാറ്റുന്നുണ്ട്. ഇത് കണ്ട് കളിയാക്കുന്ന നാട്ടുകാരുണ്ട്. ഒരു വലിയനെ പറ്റി കിതാബ് നോക്കിയപ്പോൾ ഒരു ചരിത്രം ഞാൻ കണ്ട ചരിത്രം ഒക്കെ സംഭവിക്കാം. വാദരോഗിയായ ഒരു വലിയ നാട്ടുകാരെ വാദം മാറ്റും എന്നൊരു ഖ്യാതി ഉണ്ട് നാട്ടിൽ. ഇയാൾക്കാട്ടെ എന്തുണ്ട്? വാദമുണ്ട്. വാദം ഭയങ്കര വാദമാണ്. അപ്പോൾ ഈ അവിടുത്തെ കാളി കളിയാക്കി. മൂപ്പർക്ക് തന്നെ വാദമാണ്. മൂപ്പര് നാട്ടുകാരെ വാദം മാറ്റും. ആര് പറഞ്ഞു മൂപ്പര് വാദം മാറ്റും? അപ്പോൾ എന്ത് ചെയ്യുന്ന? അപ്പോൾ നമുക്ക് മൂപ്പരോടൊന്ന് പോയി ചോദിക്കാം. കാതിൻ്റെ അടുത്ത്, ഈ വലിയൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ വലിയ എൻ്റെ അടുത്ത് ചെന്നപ്പോൾ വലിയ വാദത്തിനോട് പറഞ്ഞു, വാദമേ ഒന്ന് പുറത്തിറങ്ങിക്ക്. വാദം പുറത്തിറങ്ങിന്നു. അപ്പോൾ ഒരു വാദമല്ല, ഒരു വേദനയില്ല. ആർക്ക്? വലിയ ഒരു വാദമല്ല, ഒന്നുമില്ല, ഒന്നുമില്ല. വാദം പുറത്തിറങ്ങി നിന്നു. കഅന്നഹു ശഖ്സുൻ, ഒരു ശഖ്സ് പോലെ ഒരു സാധനം പുറത്തിറങ്ങി നിന്നു. പിന്നെ കാളിയരോട് പറഞ്ഞു, പിന്നെ മനസ്സിലായില്ലേ പറഞ്ഞത്? എനിക്ക് വാദം ഉണ്ടാകൽ എൻ്റെ റബ്ബിൻ്റെ ഖളാ ആണ്. ഞാൻ അവരെ രോഗം മാറ്റി കൊടുക്കലും എൻ്റെ റബ്ബിൻ്റെ ഖളാ ആണ്. അപ്പാണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് എൻ്റെ പേരിൽ ദർജുണ്ട്. എൻ്റെ ഹബീബിൻ്റെ ഉമ്മത്ത് ഇവിടെ ബുദ്ധിമുട്ടാൻ പാടില്ല, അതിനെന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാ അപ്പം ഇതെന്തിനെ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നൂല? അന്നെപ്പോലത്തെ അന്തല്ലാത്തൊരു ഇവിടെ പേരണം. പിന്നെ വാദത്തിനോട് വാദമേ കയറിക്കോ, വാദം തിരിച്ചു കയറി. ഈ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? അതിൽ ഔലിയ അത് നടക്കും. ഏതുപോലെ CM മരണകാലത്ത് എന്തുണ്ട്? വലിയ വേദന രോഗമുണ്ട്. അതേസമയം നാട്ടിലെ രോഗം ഒക്കെ അവർ മാറ്റും. CM മാറ്റും. ഇനി രോഗമില്ല. അത് ചക്കട്ടപ്പോൾ മാലിട്ടിയതല്ല, ഇല്ലാതെ ഇല്ലെന്നെ. അപ്പൊ അവർക്ക് നടക്കാത്തൊരു കാര്യം എന്ത് നടക്കുന്ന ചോദിക്കാൻ തന്നെ പാടില്ല. എന്തും നടക്കും.
കാരണം അവരുടെ ഒരു ശ്വാസം പോലും മിൻ ഖൈറും മിൻ ഇൻദല്ലാഹി മിൻ ഇബാദത്തി സഖലൈനി, ഔലിയാക്കളല്ലാത്ത ജിന്ന ഇൻസിന്റെ എല്ലാവരുടെയും ഇബാദത്തിനേക്കാൾ വലുതാണ് അവരുടെ ഒരു ശ്വാസം. അവർക്ക് മാലിക്കെന്ന മലക്കിനോട് പറയാ, എന്ത് മാലിക്കെന്ന മലക്കിനോട് പറയാ, പിന്നെ നിങ്ങൾ മാലിക്കൊക്കെ തന്നെ, പക്ഷെ എൻ്റെ മുരീദന്മാർ വരുമ്പോൾ പഠിപ്പിക്കരുതിട്ടാ, ഒന്ന് മാറി കൊടുക്കണേ. ഇതാർക്ക് പറയാ? നരകത്തിൽ എൻ്റെ മൂരിതാരുമില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോറ്. ഇതാർക്ക് പറയാ? ആർക്ക് പറയാ? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ പറയടോ, അത് അള്ളാന്റെ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ രാജാവാണ്. എനിക്ക് എന്താ പറയുന്നതിന്? എന്താ വിചാരിച്ച്? അവർക്ക് അള്ളാഹു എന്ത് കൊടുക്കുന്ന ചോദിക്കണ്ടെന്നില്ല. മനസ്സിലാണ്ട് പറഞ്ഞത് എന്തും എന്തും, പക്ഷെ എന്തും അവർക്ക് ആര് കൊടുക്കുന്നതാണ്? എല്ലാ വിജ്ഞാനവും ഖദറിന് അള്ളാഹു തആല കൊടുത്താൽ പോലും അള്ളാഹ് മേലെ തന്നെയാണ്. എന്തുകൊണ്ട്? ഖദറിൻ്റെതല്ല. പിന്നെ പറമോനെ അപ്പൊ ഈ ലോകത്തെ എല്ലാരും മരിപ്പിക്കാൻ ഒരു ദിവസം അള്ളാഹു തആല ബീരാനെ പാപ്പാക്ക് കഴിവ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കഴിവ് ആര് കൊടുത്തു? അസ്രായേലിനോട് പറയാം, അസ്രായേൽ നിങ്ങൾ 2 ആഴ്ച ലീവ് കൊടുത്താൽ നീ ബീരാൻ നടത്തിക്കോളും മരിപ്പ്. എന്ത് നടന്നൂടെ? നടക്കുമല്ലേ? അതാണടാ സുന്നി. ഇന്റെ സുന്നി പണ്ടത്തെ സുന്നി, എൻ്റെ സുന്നി അല്ല, ഇന്റെ സുന്നിയല്ല. അവർക്ക് നടക്കാത്തൊരു കാര്യമില്ല. കാരണം അവരാരാ? അള്ളാഹുവിൻ്റെ പറയുടെ അബുദാണടാ കുട്ടി. ഇത് ഞാൻ ദുന്യാവിൻ്റെ അബുദല്ലേ ഞാൻ ചോദിച്ചു. നമ്മൾ നിസ്കാരത്തിൻ്റെ അബുദാണ്, നമ്മൾ തറാവീഹിൻ്റെ അബുദാണ്, നമ്മൾ പെരുന്നാളിൻ്റെ അബുദാണ്, നമ്മൾ പെണ്ണുങ്ങളെ അബുദാണ്. അവരാരബുദാണ്? അള്ളാന്റെ അബുദാണ്. അള്ളാന്റെ അബുദാണ്. മനസ്സിലായില്ലേ? അവർ ഭാര്യയുടെ അടുത്ത് കിടക്കുമ്പോഴും അവർ അള്ളാന്റെ അബുദ, നമ്മൾ പുറത്തിറങ്ങുമ്പോഴും ഓളാബുദ. മനസ്സിലായില്ല? നമ്മൾ പുറത്തേക്ക് തലയിൽ കെട്ടിയൊക്കെ പോവുകയാണ്, തലയിൽ തോൾ മുണ്ടും ഒക്കെ ഇട്ടാണ് പോവുകയാണ്. പോകുമ്പോഴും നമ്മൾ ആരബുദ. പറയുടെ കുട്ടി നമ്മൾ ആരബുദാണ്, നമ്മൾ ഓളാബുദാണ്, ഓളാബുദാണ്. ഭാര്യയെ പേടിയില്ലാത്തവർ എണീറ്റ് ഒരേ സദസ്സിന് ഒരു ക്ലാസ് നടക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, ഈ കൂട്ടത്തിൽ ഭാര്യയെ പേടില്ലാത്തവർ എണീറ്റ് കൂറും. അപ്പൊ കുറച്ച് ആളുകൾ എണീറ്റു. പിന്നെ അയാൾ ചോദിച്ചു, ഭാര്യയെ പേടില്ലാത്തവർ എണീറ്റ് കൂറും. അപ്പൊ കുറച്ച് ഒരു എണീറ്റു. അപ്പൊ ഒരാൾ എണീറ്റില്ല, അവൻ അവിടെ തന്നെ ഉത്തരം. അപ്പൊ ഇയാൾ ചോദിച്ചു, ഭാര്യയെ പേടിയുള്ള കൂട്ടത്തിൽ എണീറ്റില്ല, പേടില്ലാതെ എനിക്കെന്താ ചെവിട് കേൾക്കൂല? എന്താന്ന് ചെവിട് കേൾക്കായല്ല, ഏത് കൂട്ടത്തിലാണ് എണീറ്റിക്കണ്ടേന്ന് ഓളോട് ഞാൻ ചോദിച്ചിട്ടില്ല. ഓള് പറയണം. ഓളെ ഞമ്മളടാ ഈ നാട്ടുകാരൊക്കെ എൻ്റെ കൈ പിടിച്ച് മുത്തണമെന്നേ ഉള്ളൂ. ഇജ് ആരബുദ? എൻ്റെ കുഞ്ഞീർമാൻ്റെ അബുദ, എൻ്റെ സെക്കീനാൻ്റെ അബുദ. മറ്റൊരാ സെക്കീനാൻ്റെയും കുഞ്ഞീർമാൻ്റെയും അബുദ അല്ല. ആരബുദാണ്? അബുദമ്മിൻ ഇബാദിന. എല്ലാവരും കൂടി ഇബാദല്ല. എനിക്ക് തലീക്കട്ടേ ഉള്ളൂ, എനിക്ക് അള്ളാൻ്റെ കുർബത്തില്ല. അവർ അള്ളാൻ്റെ കുർബത്തിന് കഷ്ടപ്പെട്ട് വാങ്ങിയതാ, അവർക്ക് സുഹൃത, അവർ ത്യജിച്ചതാണ്. എന്തിന്? ആരും എന്തും ആരല്ലാത്ത അള്ളാഹു അല്ലാത്ത എന്തിനേയും എപ്പോഴും അവർ ഒഴിവാക്കി, സ്വീകരിച്ചപ്പോഴും ഒഴിവാക്കി. അപ്പം അതാണ്. അപ്പം അതന്നെ ചിന്തിക്കണം. എന്ത് നടക്കും ചിന്തിക്കേണ്ട ആവശ്യമേ അവിടെ ഇല്ല. പിന്നെ നോക്ക് 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 നിങ്ങൾ വല്ലാത്തൊരു പണിയാണല്ലോ ഇപ്പൊ എടുത്തത്. ഓ, നിങ്ങളിപ്പോ വല്ലാത്തൊരു പണിയാണല്ലോ നിങ്ങൾ എടുത്തത്. എന്ത്? പിന്നെ പിന്നെ കാലവും കാല എന്താ പറയുക? കാല ആ കപ്പൽ പൊളിച്ചു, കപ്പലിന്റെ പലകൾ പൊളിച്ചു മൂസാ നബി ഖദർ അലൈഹിസ്സലാം. കാല കാല. അപ്പോൾ മൂസാ നബി ചോദിച്ചു, ഇത് താങ്കൾ പൊളിക്കുന്നുവോ? ഈ കപ്പലിലുള്ളവരെ മുക്കിക്കൊല്ലാൻ വേണ്ടി? ലഖദ് ചെയ്ത ഷൈഅൻ ഇമ്രാ. വല്ലാത്തൊരു ഭയാനകമായ കുടുക്കിലാണല്ലോ ഞാൻ പെട്ടത്. എന്തോ ഒരു അന്തങ്ങും ഇഞ്ചപ്പ ഞാൻ പെട്ടുപോയത്. എന്ത് മനുഷ്യനാങ്ങള്! ആര് പറഞ്ഞുപോയി? മൂസാ നബി പറഞ്ഞുപോയി. കാരണം വലിയ ചെയ്യുന്നത് മനസ്സിലാക്കാൻ അവിടെ മൂസാ നബിക്ക് കഴിഞ്ഞില്ല. അത് നിങ്ങൾക്ക് കഴിയും, കാരണം നിങ്ങൾ വലിയ കൂട്ടരാണല്ലോ. അല്ല, അങ്ങനെയല്ല. നിങ്ങളിപ്പോ മനുഷ്യന്മാരൊക്കെ വിളിച്ചൂട്ടി പറഞ്ഞേ ഞങ്ങൾ വലിയ കൂട്ടരാണെന്നാണ്. നിങ്ങൾ വലിയ കൂട്ടരാണ് കഴിച്ചു. നിങ്ങളെ സമ്മതമല്ലാതെ ഇനി ഒരാളും ഒരു ഔലിയാനെ പോകാൻ കാണാൻ പാടില്ല, ഷെയ്ഖിനെ കാണാൻ പാടില്ല. നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ മൂസാ നബിനേക്കാൾ മഹാനല്ലേ?
അപ്പോൾ ഉടനെ മൂസാ നബി തിരിച്ചു ചോദിക്കാണ്, എന്ത്? കാല. അപ്പോൾ ഖദർ പറഞ്ഞു, അലം അഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇന്നക ലൻ തസ്തഇതി മഅയ സബ്ർ, എനിക്ക് മഅയത്തു സബ്ർ എനിക്ക് കയ്യന്നല്ല. ഇവിടെ ഔലിയാപ്പന്മാരോട് കൂടെ ഇതൊക്കെ കഴിഞ്ഞ ഹത്താ വഹദത ലക മിൻഹു ദിക്റാ. ഏയ്, ഇതിനെപ്പറ്റി എന്തുണ്ടാലും ചോദിക്കരുത്, എൻ്റെ മനസ്സിന് എന്തുണ്ടാ ചോദിക്കരുത്, എനിക്ക് എന്തുണ്ടാവും. മൂപ്പര് പറയുമ്പോ കേൾക്കാം, വെറുതെ ഒന്നും മൂപ്പരത് ചെയ്യൂല, അങ്ങനെ ചെയ്യൂല, അങ്ങനെ വിചാരിച്ച് നടന്നാൽ മതി. തുളുമ്പരുത്, എന്നോട് ചോദിക്കരുത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ അവിടെ നോക്കി എന്താണ് പറയുന്നത്? ഞാൻ അലമാക്കുല്ലി, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇന്നൊക്കെ തീർച്ചയായും താങ്കൾ ലന്തസ്തത്തിയാൻ, താങ്കൾക്ക് കഴിയേയില്ല എന്റെ പക്ഷത്ത് നിന്ന് മയ്യത്തു സബർ നിങ്ങൾക്ക് കയ്യന്നല്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ. കാല. അപ്പോഴത്തേന് അന്തം വന്നു, ലാത്തു വാഹദിനി, എന്നെ പിടികൂടരുത്, ഞാൻ മറന്നതാണ്. മറവിണ്ടായതുകൊണ്ട് മൂസാ നബി രക്ഷപ്പെട്ടു. ഇതൊരു മറവി എന്നൊരു വാക്കുണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു, ഞാൻ മറന്നതാണ്. വല തുർഹിക്കനിമിൻ അംരി ഇസ്ലാം, ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും എന്നെ നിർബന്ധിക്കരുത്, ഞാൻ പുറത്താക്കരുത്, അങ്ങനെ ഒന്നും എറിയരുത്, ഒന്നും കാട്ടരുത്, പാവം ഒന്നും എന്നെ കൊണ്ട് നടക്കും, പറ്റിപ്പോയതാണ്, ഞാനത് മറന്നുപോയതാണ്. ആയിക്കോട്ടെ. ഫന്തലക്ക, രണ്ടാളും പിന്നെ പോയി. ഹത്ത ഇതാ ലഖയ ഗുലാമൻ, ഗുലാമിനെ ഒറ്റ നോട്ടത്തിൽ തന്നെ, അതാണ് ഒറ്റ നോട്ടം ലഖയ. അവിടെ ഗുലാമിൻ്റെ അപ്പം 100 കൊല്ലം കൂടേണ്ട ആവശ്യമില്ല. ഔലിയാനെ 100 കൊല്ലം കൂടിയാലും തിരിയൂല. പക്ഷെ വലിയന് ഗുലാമിനെ കണ്ടാൽ തിരിയും. ലഖയ അവർ കണ്ടപ്പോൾ അങ്ങനെ എരിഞ്ഞു, നമുക്കാണ്. അപ്പൊ കൊന്നു. മൂസാ നബി വജദ, ഇവിടെ എന്താണ്? ലഖയ. ഔലിയാക്കൾക്ക് മറ്റൊരാളെ കണ്ടാൽ തിരിയും, ആലിമിന് തിരിയില്ല. പക്ഷെ ആലിമിന് അവിടെ സറണ്ടർ ആകണം. തിരിയില്ല, തിരിഞ്ഞിട്ടില്ല. ചിലപ്പോൾ അള്ളാഹു തല തന്നെ ആയിരിക്കും എൻ്റെ ആള്, ചിലപ്പോൾ ദിവസങ്ങൾ കൊണ്ട് എനിക്ക് അള്ളാഹു തല ബോധ്യപ്പെടുത്തി തരും. എന്നാലും ഇജ്ജ് കുറ്റം പറയണ്ട, ഇജ്ജ് തിരിച്ചു പോന്നാൽ മതി, കുറ്റം പറയരുത്, നോട്ടീസ് അടിക്കരുത്, ഓലെ പറ്റി മോശപ്പെട്ട വാക്കുകൾ പറയരുത്. കാരണം നമുക്ക് അവരെ അറിയണമെങ്കിൽ നമ്മൾ ആരാക്കണം? വലിയാകണം, അല്ലല്ലോ. അതന്നെ പറയണം. രണ്ടാൾ പോയി. അങ്ങനെ ഇതാ ലഖയ, രണ്ടാൾ കണ്ടുമുട്ടിയ ഗുലാമിനെ ഫക്കത്തലു. അപ്പോൾ ഒറ്റ കൊല്ലല്, കാണപ്പോ തന്നെ പിടിച്ച് ഒറ്റ കൊല്ലും. കാരണം സമയം കൂടുതൽ നേരല്ല. മനസ്സിലായില്ലേ? വേഗം മൂസാ നബി എന്ത് ചെയ്തു? കണ്ടു, കൊന്നു. കണ്ടപ്പോ പിന്നെ നേരം വെറുതെ കളയണ്ട, ഓനാണ് കൊല്ലുക, അവിടെ കൊന്നു. കാല. അപ്പത്തിന് മൂസാ നബിക്ക് ചൂടായി. മനസ്സിലായില്ല? കത്തൽ തങ്ങൾ കൊന്നില്ലേ മനുഷ്യ? ഒരു നഫ്സിനെ സക്കിയത്തിന്, പരിശുദ്ധനായ കുട്ടി, നഫ്സിന് ഒരു കുറ്റമില്ലാത്ത കുട്ടി. ലഖദ് ജിഇത ശൈഅൻ നുക്റാ, ആര് കണ്ടാലും വെറുക്കണ പണിയല്ലേ ഇത്? ആദ്യം ഇപ്പൊ നുക്റാ. മനസ്സിലായില്ല? ഇമ്രാൻ ഒരു ഭയാനകമായ കാര്യം. നുക്ര പറഞ്ഞാൽ എന്താ? വെറുക്കപ്പെടണം. ആര് കേട്ടാലും, ഒരു കുട്ടിനെ കൊല്ലാന്ന് പറഞ്ഞാൽ ആര് കേട്ടാലും വെറുക്കൂലേ? ആ ജാതി പണിയല്ലേ നിങ്ങളെടുത്ത്? ആ കത്തൽത്ത, നിങ്ങൾ കൊന്നോല്ലോ നഫ്സൻ സക്കിയത്തൻ, ഒരു പരിശുദ്ധനായ നഫ്സിനെ, ബിഗൈരി നഫ്സിന്, ഒരു അർഹതയില്ലാതെ. ലഖദ് ജിഇത ശൈഅൻ, താങ്കൾ ഇവിടെ ചെയ്തത് എന്താണ്? ശൈഅൻ നുക്റ, ഒരു വെറുക്കപ്പെടേണ്ട കാര്യം. ആര് കണ്ടാലും വെറുത്തു. എന്തൊരു പണിയാണ് എടുത്ത്. കാല. അപ്പൊ ഖദർ പറഞ്ഞു, അല മക്കുല്ലക്ക, എന്നോട് ഞാൻ പറഞ്ഞത്, ഇന്നക്ക തീർച്ചയായും നിനക്ക് മയ്യത്ത് സബറിന് കഴിയൂല. ഇവിടെ ഒറ്റ വിഷയമുള്ളൂ, എന്ത്? മയ്യത്ത് സബർ. പറഞ്ഞ് ബഹളർ നിർത്താൻ എല്ലാവർക്കും തിരിയും, ബഹള പറയാതെ തിരിയണം. അതാണ് മയ്യത്ത് സബർ. അള്ളാഹിൻ്റെ തൗഫീഖിനാൽ എനിക്ക് ഏത് വലിയനെ പറ്റി പറഞ്ഞാലും ഞാൻ നിഷേധിക്കൂല. എനിക്ക് CM പിന്നെ വിമാനം നിയന്ത്രിച്ചു, ഞാൻ കളിയാക്കാൻ പോകില്ല. എനിക്കത് വിജയമുള്ള കാര്യമല്ല, അതൊരിക്കൽ കഴിയും. ഇനിയിപ്പോൾ ഒരാൾ എനിക്ക്, ഇനി അത് നോണേ ആയിക്കോട്ടെ, എനിക്കതിനോ ഏന്നേ അറിയുള്ളൂ, അറിയില്ല. ഇപ്പോഴും ഭൂമിയിലുള്ള എല്ലാ വിമാനവും CM ആണ് 100 കൊല്ലം നിയന്ത്രിക്കുന്ന ഒരാൾ പറഞ്ഞാലും ഏന്നെ ഞാൻ പറയുള്ളൂ, ഒന്നും ഇതിലറിയില്ല, ഉറപ്പ്. എൻ്റെ റബ്ബ് എനിക്കിതുവരെ തന്നൊരു തൗഫീഖ് അതാണ്. ഞാൻ ഒരു വലിയനെതിരെ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞില്ല, പറയൂല. മനസ്സിലാവുണ്ട്? പറയില്ല, ഒരിക്കലും പറയില്ല. എന്തുകൊണ്ട്? അത് ഞമ്മക്ക് അവരെ പറ്റി അറിയില്ല. അപ്പം അള്ളാഹു തആല എല്ലാം വരെ ഏൽപ്പിച്ചാൽ എനിക്ക് വിരോധമൊന്നുമില്ല, അള്ളാഹുക്ക് ഏൽപ്പിക്കാമല്ലോ.
അള്ളപ്പം മീക്കാലിനെ ഏൽപ്പിച്ചപ്പോൾ കുറച്ചാലും ലീവ് എടുക്കാൻ പറഞ്ഞോളൂ മീക്കാലിനോട്. ഇനി മഴയൊക്കെ കുറച്ച് ബീരാനെ ഇപ്പം പാർത്തിയാൽ മതി. എന്താന്നൊക്കെ പറയുന്നത് അള്ളാഹ്ക്ക് ആരോടെയും കണക്ക് കൊടുക്കണം. അപ്പം അള്ളാഹ്ക്ക് അപ്പുറത്തൊരു ഓഫീസറുണ്ട്. എന്ത് അല്ല, അപ്പോൾ അള്ളാഹിൻ്റെ ഓഫീസർ വിസിറ്റിങ്ങിന് വന്നപ്പോൾ അള്ളാഹ് അത് മീക്കാലിൻ്റെ പണി ആർക്ക് ചേഞ്ചാക്കി? ബീരാനെ ബാബാക്ക് ചേഞ്ചാക്കി. അങ്ങനെ ഉണ്ടാവും. അപ്പം വിസിറ്റിങ്ങിന് മെയിൻ ഓഫീസർ വന്നപ്പോൾ അള്ളാഹിനെ പിടിച്ച് അപ്പോൾ അള്ളാഹ്ക്ക് അങ്ങോട്ട് ഇറങ്ങാൻ വയ്യ. എന്ത് മെയിൻ ഓഫീസിലിട്ട് അള്ളാഹിനെ ഭയങ്കര വാക്ക് പറഞ്ഞു. എന്തല്ലാണ് നമ്മളെ എന്ത് വർത്താനായി പറയുന്നത്? ഇനി വിചാരിച്ച അള്ളയല്ലേ ഈ അള്ള. മുമ്പ് കരുളായി അങ്ങാടിയിൽ ഒരു പിരാന്തം വന്ന കഥ പറയും എൻ്റെ വാപ്പ. കരുളായി അങ്ങാടിയിൽ ഒരു പിരാന്തം വന്നിരുന്നു എന്നൊരു പറയും, നിങ്ങളെ നിസ്കാരമല്ല, നിങ്ങൾ നോമ്പല്ല, ഞാൻ അള്ളാഹിൻ്റെ റസൂലാണ് എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്നതാണ്. അങ്ങനെ വേറെ ഏതോ നാട്ടിൽ നിന്ന് വേറൊരു പിരാന്തം വന്നു. അപ്പോൾ ഇയാൾ പ്രസംഗിക്കുകയാണ്, വൈകുന്നേരമായ പ്രസംഗിക്കും. നിങ്ങൾ നിസ്കാരമല്ല, നിങ്ങൾ നോമ്പല്ല, നിങ്ങൾ നല്ലത്, ഇതൊന്നും ശരിയില്ല, ഞാൻ അള്ളാഹിൻ്റെ റസൂലാണ്, ഇതൊന്നും ശരിയില്ല, ഞാൻ പറഞ്ഞ കേട്ടോളൂ, ഞാൻ അള്ളാഹിൻ്റെ റസൂലാണ്. അങ്ങനെ വേറെ പിരാന്തം വന്നു. അപ്പോൾ പിരാന്തം വന്നപ്പോൾ പിരാന്തൻ എന്ത് ചെയ്യിച്ചു, ഈ ബാലിന് മുന്നിൽ പോയി നിന്നിട്ട് ഒരു ബുക്കും കൊണ്ട് നിന്നൊരു കടലാസും ബുക്കും പേനയും കൊണ്ട് നിന്ന് ബാലിൽ നിർത്ത് പിന്നെ ഇച്ചാരാവശ്യം ഞാൻ അള്ളാഹിൻ്റെ റസൂലാണ്. എൻ്റെ പേരെന്താ ചോദിച്ചു. എൻ്റെ പേര് കുഞ്ഞുമേമതോ മറ്റു. അപ്പോൾ ബുക്ക് മുഴുവൻ മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിലെൻ്റെ പേരില്ലല്ലോ, എൻ്റെ ബുക്കിൽ എൻ്റെ പേരില്ലല്ലോ. അപ്പോൾ നിങ്ങളാലോചിച്ചു ഞാനല്ലേ, ഞാൻ പറഞ്ഞ റസൂലിനൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ഇഞ്ച ലിസ്റ്റിനിച്ചില്ലല്ലോ, ജനപണിയൊക്കെ റസൂലല്ല. മനസ്സിലായ പറഞ്ഞത്? ഇങ്ങനെയാണ്ടി ഈ ഔലിയാക്കന്മാർക്ക് ഇപ്പോൾ ഇജ് മണി കെട്ടണമെങ്കിൽ ഇജ് ആരാകണം? ഒന്നിരിക്കജ് വലിയാണെങ്കിൽ അള്ളയാണ്, അതല്ലല്ലോ. അതാണ് പറഞ്ഞത്. പിന്നെ നോക്ക് കാല മൂസാനെ ഖദർ പറഞ്ഞു, അലമക്കുല്ലക്ക് എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്നോട് ഞാൻ പറഞ്ഞു ഇന്നൊക്കെ നീ തീർച്ചയായും താങ്കൾ ലൻ തസ്തത്യമായ സുബറ മഴയത്ത് സുബറിന് കയ്യൂല. എന്തിനീ പണിയെടുക്കാൻ വന്നു? എന്തിനാണ് എൻ്റെ ഒപ്പം വന്നത്? മുണ്ടരുത്, ഞാൻ പറഞ്ഞതല്ലേ. കാല അപ്പം പിന്നെ മൂസാ നബിക്ക് നിർവാഹമില്ലാതായല്ലോ. 2 വട്ടല്ലേ ഇപ്പം ഈ പറയണമൊക്കെ. കാല അപ്പം പറഞ്ഞു ഇൻ സാൽത്തുക്ക, ഇനി ഞാൻ താങ്കളോട് ചോദിച്ചാൽ അൻ ഷൈഇൻ, ഒരു കാര്യത്തെക്കുറിച്ച് ബഅദഹ, ഈ സംഭവത്തിന് ശേഷം ഫലാത്തു സാഹിബിനി, പിന്നെ നിങ്ങൾ എന്നെ കൂടെ കൂട്ടണ്ട. അത് ബലഗത്ത, നിങ്ങൾക്ക് കിട്ടുകയും ചെയ്തു മില്ലദുന്നി, എൻ്റെ പക്ഷത്തു നിന്ന് ഉദറ, ഇന്നെ ഒഴിവാക്കാനുള്ളൊരു കാരണം. മനസ്സിലായില്ല? പിന്നാണെങ്കിൽ നിങ്ങൾ ഇന്നെ കൂട്ടരുത്. അപ്പം പിന്നെ നിങ്ങൾക്ക് എന്താക്കും ചെയ്യാം? ന്യായത്തോടു കൂടെ എന്നെ ഒഴിവാക്കാൻ. കാരണം പലവട്ടം പറഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താക്കി? ഇനിയും ചോദ്യം ചോദിക്കുകയാണ്. ഇവിടെ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു ലൗ സബറ അഖി മൂസ, എൻ്റെ മൂസാക്ക് അവിടെയും ക്ഷമിച്ചാൽ മതി. അത് ഒരു ചിരിച്ച് സൈക്കിൾ ഒന്നുകൂടെ ചെറിയ ചിരിച്ച് നിന്നാൽ എത്രയോ സംഭവങ്ങൾ ഇനിയും ഈ ഉമ്മത്തിന് കിട്ടുമായിരുന്നു. റസൂലുള്ളാഹിക്കല്ലേ, ഉമ്മത്തിന്. റസൂലുള്ളാഹിക്ക് ഇതിൻ്റെ അപ്പുറം ഈ ഭൂഗോളത്തിൻ്റെ പരമാണ്ഡ ഘടകത്തിൻ്റെ എല്ലാ വിവരവും ആർക്കറിയും? ഒത്തിരി സയ്യിദുൽ അംബിയാവും സയ്യിദുൽ ഔലിയാവും ആണ് ആര്? ഹബീബായ റസൂലുള്ളാഹി. ഈ ഉമ്മത്തിന് വിവരം കിട്ടുമ്പോഴാണല്ലോ ഉമ്മത്ത് നന്നാകുക. മനസ്സിലായില്ലേ പറഞ്ഞത്? അതാ അങ്ങനെ പന്തലൊക്കെ രണ്ടാളും പോയി. ഹത്താ ഇദാ അതയാ അഹ്ല ഖറിയത്തിൻ, ഹത്താ ഇദാ അതയാ അഹ്ല ഖറിയത്തിൻ. അങ്ങനെ 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 മനസ്സിലായില്ലേ? ഒരു ഗ്രാമവാസികളുടെ അടുത്തെത്തി. ഇസ്തത്വഅമാ അഹ്ലഹ, ആ ഗ്രാമവാസികളോട് രണ്ടാളും ഭക്ഷണം ആവശ്യപ്പെട്ടു. ഫഅബൗ, അപ്പോൾ അവർ വിരോധിച്ചു. അയുളയിഫുഹുമ, എന്തെങ്കിലും ഒരു വിരുന്ന് കൊടുക്കാൻ. പച്ച വെള്ളം മുക്കി കൊടുത്താൽ മതി, അതും അവർ ചെയ്തില്ല. കഞ്ഞൊന്നും ഇവിടെ ആയിട്ടില്ലല്ലോ മനുഷ്യന്മാരെ, നിങ്ങളൊരു ഗ്ലാസ് വെള്ളം കുടിച്ച് പോയിക്കോളി മതി, ഒന്നും കൊടുത്തില്ല. എങ്ങനെ വഴിപോക്ക്? അന്താക്കിയ നാടാണ്. അന്താക്കിയ, ലോകത്തെ ഏറ്റവും വൃത്തികെട്ട നാട് അന്താക്കിയാണെന്ന് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം. ഇത് ഏതാ സ്ഥലം? അന്താക്കിയ. യഖ്റുജു മിൻഹ ദജ്ജാൽ, ഇവിടെ നിന്നാണ് ആരിറങ്ങുക എന്നും അഭിപ്രായമുണ്ട്. അല്ലാഹു തആല നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അങ്ങനെ അഭിപ്രായമുണ്ട്. അപ്പം ചുരുക്കത്തിൽ മനസ്സിലാണ്ട് പറഞ്ഞത് അതല്ലേ നമ്മളെ ചർച്ച കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം അവർ ആ ഗ്രാമത്തിലെത്തിയപ്പോൾ ഇസ്തത്വഅമാ, അവർ രണ്ടാൾ ഭക്ഷണം ആവശ്യപ്പെട്ടു. അഹ്ലഹ, ആ നാട്ടുകാരോട്. ഫഅബൗ, അവർ വിരോധിച്ചു. അയുളയിഫുഹുമാ, ഇവർക്ക് എന്തെങ്കിലും ഒരു ലിയാഫത്ത് കൊടുക്കുന്നതിനെ വിരോധിച്ചു. അങ്ങനെ തിരിച്ചു വന്നു. ഫവജദ, തിരിച്ചു വരുമ്പോൾ അവർ രണ്ടാൾ കണ്ടെത്തി ഫിഹ, ആ ഗ്രാമത്തിൽ ജിദാറൻ, ഒരു ജിദാറിനെ. വജദ, അവിടെ വജദ എന്ന് പറയാൻ കാരണം ഇതിലൊരാൾ ഉള്ളറിനാളാ, മറ്റേ തഖലീബ, ഇത് ഉള്ളറിനാളാ, ഇത് വിജ്ദാന. ആ മതിലിൻ്റെ ഉള്ളിലുള്ള കാര്യം ആർക്കറിയും? സയ്യിദുനാ ഖദറിനറിയും.
മനസ്സിലാകുന്നത് മൂസാ നബിക്ക് ബാഹ്യ അറിയുള്ളെങ്കിലും എന്ത് സയ്യിദുനാ ഖദറിന് ഉള്ളു അറിയും എന്ന്. ഇപ്പോൾ വജദ അവർ രണ്ടാളും കണ്ടെത്തിച്ചു ഫിയാ ജിദാറൻ യുരീദ്. നോക്കി നിങ്ങൾ അവിടെയൊക്കെ ഖുർആൻ കാട്ടിയ പണി. മറ്റൊരു കുട്ടിയെ കണ്ടെടുത്ത് ലക്കയാ. ഇവിടെ എന്താണ് വജദ? അവിടെ ഉള്ളും അറിയണം. ഈ മദ്യത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? സ്വർണ്ണക്കട്ടികളുണ്ട് 2 യുവാക്കൾക്ക്, ഒരു കുടുംബത്തിലെ യുവാക്കൾക്ക്. അവരിപ്പോൾ എന്തായിട്ടില്ല, യുവാക്കളായിട്ടില്ല. ഇവർ ബാല്യക്കാരാണ്. അവരെ വല്യാപ്പ കുഴിച്ചിട്ടതാണ്. അപ്പം അതിൻ്റെ ഉള്ളവർ കണ്ടു. അതാണ് വജദ ഫിഹാ ജിദാറ യുരീദു. അപ്പോൾ മൂസാ നബി ഖദർ ഉദ്ദേശിച്ചു അയ്യങ്കല്ല. മനസ്സിലായില്ലേ? യുരീദു അയ്യങ്കല്ല. യുരീദു അയ്യങ്കല്ല എന്ന് പറഞ്ഞാൽ ജിദാർ പൊളിയാനായിട്ടുണ്ട്. ഫഅഖാമഹു യുരീദു അയ്യങ്കല്ല. മനസ്സിലായില്ലേ? പൊളിയാനായൊരു മതിൽ, പൊളിഞ്ഞു വീഴാനായ മതിലിനെ കണ്ടെത്തി. ഫഅഖാമഹു. അപ്പോൾ ആ പൊളിച്ചിൽ തീർത്ത് അത് വൃത്തിയാക്കിയിട്ട് ഫഅഖാമഹു ആ ജിദാറിനെ നേരെ നിർത്തി. ആര്? സയ്യിദുനാ പറ. അഖാമാഹു അല്ല, അഖാമഹു. ആര് മാത്രം? സയ്യിദുനാ ഖദർ അത് വൃത്തിയാക്കി. കാല. അപ്പം മൂസാ നബി പറഞ്ഞു, ഈ ജാതി പോയത്തെ പണിക്കൊന്നും എന്നെ കിട്ടൂല. ലൗ ഷിഇത, താങ്കൾ ഉദ്ദേശിച്ചാൽ ലത്തഖൽത, താങ്കൾക്ക് ആവശ്യപ്പെടാലോ അലൈഹി ഇതിൻ്റെ മേൽ അജ്റൻ, ഒരു കൂലിയെ. കാല. അപ്പോൾ ഖദർ പറഞ്ഞു, ഹാദാ ഫിറാഖു ബൈനി വബൈനിക്, നമ്മൾ തമ്മിൽ പിരിയാനായി, ഞാൻ നടക്കൂല. ഇവ പറഞ്ഞ കാര്യമല്ല, കഴിഞ്ഞല്ലോ. നിങ്ങൾ പറഞ്ഞിട്ട് മുണ്ടരുത്. മനസ്സിലായോ പറഞ്ഞത്? ഒന്ന് ഓടിക്കളിയതിൻ്റെ 3 ഇതാണ് ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. ഞങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദീനിന് 3 തട്ടാണ്. എന്ത്? ഇസ്ലാം സാമൂഹികം, 2 ഈമാൻ, ഇഹ്സാൻ. മനസ്സിലായില്ലേ പറഞ്ഞത്? എന്താ ഇസ്ലാം? സാമൂഹിക ദീന്. ഒരു സാമൂഹിക കാര്യത്തിലാണ് അവിടെ ആര് ഇടപെടുന്നത്? ആ സമൂഹത്തിന് നഷ്ടം വരും. ഇത് 40ഓളം പാവപ്പെട്ട തൊഴിലാളികളെ കപ്പലാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു രാജാവുണ്ട്. ആ രാജാവ് എന്ത് ചെയ്യുന്നറിയോ? നല്ല കപ്പലെല്ലാം പിടിച്ചടക്കും. അതിനുവേണ്ടി കിങ്കരന്മാർ അവിടെ തുറമുഖത്തുണ്ട്. അപ്പോൾ ഇതിന് പ്രഥമ ദൃഷ്ടിയ കയറി വരുന്നോട് തന്നെ പലക പൊളിഞ്ഞ് വെള്ളം അങ്ങനെ കാണുന്നത് ആ കപ്പലാണ് എങ്കിൽ പിന്നെ അവർ ആ ഭാഗത്ത് എടുക്കൂല. എന്തുകൊണ്ട്? മനസ്സിലായില്ല? അത് പൊളിച്ചി കപ്പലാണ്. അതൊരു പൊളിച്ചി കപ്പലാകുമ്പോൾ സ്വാഭാവികമായിട്ട് എടുക്കൂല. അപ്പോൾ ഈ കപ്പലാട്ടെ നല്ല കപ്പലുമാണ്. അപ്പോൾ ഇവിടെ പൊളിക്കൽ നിർബന്ധമാണ്. ഇത് ആരുടെ കപ്പലാണ്? 40ഓളം, ഒരഭിപ്രായം 40ഓളം ആളുകൾ വരിയിട്ട് അവർ പൈസക്ക് വാങ്ങിയ, അവരുണ്ടാക്കിയ കപ്പലാണ്. യഅമലൂന ഫിൽ ബഹരി, അവർ കടലിൽ തൊഴിൽ ചെയ്യാണ്. ഊഴം നിശ്ചയിച്ച് 4 ആൾ ഒരു സംഭവം, അതിൻ്റെ വരുമാനം കൊണ്ടാണ് ആ 40 കുടുംബം കഴിയുന്നത്. ഒരഭിപ്രായം 40 ആണെന്നാണ്. മനസ്സിലായില്ല? 7 അഭിപ്രായം 40 അഭിപ്രായം 7 40 ആ കുടുംബമൊക്കെ കഴിയണോ? ആ കുട്ടികൾ കഞ്ഞി കുടിക്കണത് എന്തുകൊണ്ടാണ്? ഈ കപ്പലോട്ടാണ്. ഈ കപ്പല് ഞാൻ പൊളിച്ചാൽ വെള്ളം കയറൂല, കാരണം ഞാൻ അള്ളാന്റെ അബ്ദാണ്. അതേസമയത്ത് രാജാവ് പിടിച്ചടക്കൂല, കാരണം രാജാവിന് ഇത് എന്താണ്? പൊളിച്ച് കപ്പലാണ്. തിരിച്ചു പോകുമ്പോൾ പലക വെച്ചാൽ മതി. ഇനി പലക വെച്ചിട്ടില്ലെങ്കിലും ഖിദർ പലക ഒളിച്ചാൽ ഖിയാമത്ത് ഒന്നും പറ്റൂല. കാരണം ഇത് ഖിദറാ ചെയ്ത്. ഇനി വെള്ളത്തിന് പേടിയുണ്ടോ? അതാണ് ഔലിയാക്കന്മാർ ചെയ്ത പേടിയുണ്ടാവും. അനങ്ങൂലാരും, വെള്ളം അനങ്ങൂല. ഹത്ത അവർ കണ്ടു റഔൽ മാ ഫലം യദ്ഖുൽ മാ ഇലാ ജൗഫി സഫീന, കപ്പലിൻ്റെ ഒരു തുള്ളി വെള്ളം കടലിന് ഉള്ളിക്ക് കയറിയില്ല. പോലക ബളിച്ച് പൊളിച്ചെടുത്തു. എന്തിന്? എന്നിട്ട് അപ്പം അവിടെ പൊളിച്ചിക്കപ്പലായി ഉറപ്പ്. അപ്പം പ്രഥമ ദൃഷ്ടിയ രാജകിങ്കരന്മാർ വന്നാൽ കാണുന്നത് എന്തിനാണ്? ഒരു വേഗം ഒന്ന് പോയി, നമ്മൾ മുങ്ങണ്ട, തിരിച്ചു പോയാതെ അവിടെ വെക്കാം, നീ വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. മനസ്സിലാണ്ടോ പറഞ്ഞത്? അത് ഇസ്ലാമാണ്. ഇസ്ലാം സാമൂഹിക കാര്യം, പുറം ഭാഗം സാമൂഹിക കാര്യം, അതാണ് ഇസ്ലാം. ഒരു പ്രത്യക്ഷം, ഇവിടെ പ്രത്യക്ഷ കാര്യം ചെയ്തു, പ്രത്യക്ഷത്തെ കണ്ടു. ഇത് ഈ രാജാവിനെ ഇവർ കുറച്ച് കഴിഞ്ഞാൽ നേരിട്ട് കാണാം. രാജകിങ്കരന്മാരെ കുറച്ചും കൂടി ആയാൽ ഇവർ നേരിട്ട് കാണും. രണ്ടാമത്തത് ആർക്കും കാണാൻ കഴിയാത്തതാ ഈമാനൊക്കെ കാണാൻ കഴിയും. നിങ്ങൾ മുഅ്മിനാ, നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, എനിക്ക് വലിയന് കാണാൻ കഴിയും. അതാണ് കൊന്നത്. എന്തുകൊണ്ട്? ഇവനോ ഈമാനില്ല, ഇവൻ തന്തനെയും തള്ളൻ്റെയും കൂടി ഈമാൻ കളയും. അതാണ് ഈമാൻ. അപ്പോൾ ആദ്യത്തത് ഇസ്ലാം, 2 ഈമാൻ. 1 ബാഹ്യം, 2 ആന്തരികം, 3 ആന്തരികത്തിൻ്റെയും ആന്തരികം.
പറഞ്ഞത് ഇഹ്സാൻ. എന്താ ഇഹ്സാൻ? ഇഹ്സാൻ കൂലിക്കുകയല്ല. അൻ തഅബുദല്ലാഹ കഅന്നക തറാ. എന്തിനാ മുതലെന്നാക്കിയത്? അള്ളാഹിൻ്റെ പൊരുത്തത്തിന്. അള്ളാഹിൻ്റെ പൊരുത്തം അവിടെ ലക്ഷ്യം.